സോ നിങ്ങൾക്ക് N8 ഇനി കടക്കാം. ഒരു API എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, ഓട്ടോമേഷൻ എന്താണെന്ന് മനസ്സിലായി അല്ലേ? സോ N8 ഒരു വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മുടെ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു N8 അക്കൗണ്ട് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് N8.io എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഞാൻ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. നമുക്ക് നമുക്കിവിടെ ഒരു N8 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ N8 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കമ്പനി മെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിക്കും. സോ നിങ്ങൾക്ക് കമ്പനി മെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി മെയിൽ കൊടുക്കാം. ബട്ട് 14 ദിവസത്തെ ഫ്രീ ട്രയൽ ആയിരിക്കും കിട്ടുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. സോ അതിന് ഞാനൊരു ബെസ്റ്റ് ഓപ്ഷൻ പറഞ്ഞു തരാം. നമ്മൾ ഈ ഫ്രീ ഇമെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് ടെമ്പ് ഇമെയിൽ എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. TEMP ടെമ്പ് ഇമെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വരും. ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മെയിൽ ID അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് വന്നു, ഞാനിതൊക്കെ കയറി ഒന്ന് റീഫ്രഷ് ചെയ്തു. ഞാൻ അക്കൗണ്ടോ ക്രിയേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിവിടെ ഒരു മെയിൽ കിട്ടി. ഈ ഒരു മെയിൽ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ അവിടെ കൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർ നമ്മളോട് എന്ത് ചോദിക്കും? കോഡ് സെൻഡ് ടു യുവർ ഇമെയിൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചമ്മും. കാരണം ഇതിൻ്റെ ആക്സസ് എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. പക്ഷേ നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് കാണിച്ചു തരും വെരിഫൈ യുവർ ഇമെയിൽ ഫോർ N8 കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് കോഡ് 17 17 19. മനസ്സിലായല്ലോ? 17 17 19 17 17 19. വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന N8 യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 14 ദിവസം കഴിയുമ്പോൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിൻ്റെ അകത്ത് ബിൽഡ് ചെയ്ത് വെച്ച വർക്ക് ഫ്ലോസ് ഒക്കെ എന്തോ ചെയ്യുന്നു, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റാനും പറ്റും. നിങ്ങൾക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി ഗോ ഫോർ പെയ്ഡ് പ്ലാൻ. അതിൽ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഇല്ല എങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പാസ്വേഡ് കൊടുത്തു. അക്കൗണ്ട് നെയിം ഞാൻ ജസ്റ്റ് HIJKLM എന്ന് കൊടുത്തു. ജസ്റ്റ് ചുമ്മാ അത് കൊടുത്തു. സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് കൊടുത്തു. ഫൈൻ. ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് ക്രിയേറ്റിംഗ് അക്കൗണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് N8 അക്കൗണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് വേ. മൾട്ടിപ്പിൾ ഇമെയിൽ IDs യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കൊടുത്ത്, ഇത് അവരുടെ ഡേറ്റാ ബേസ് കളക്ഷനാണ്. അവർക്ക് എവിടെ നിന്നാണ് കൂടുതൽ സെയിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറൊരു മെയിൽ ID വേണമെങ്കിൽ ടീം മെമ്പറിനെ ഇൻവൈറ്റ് ചെയ്യാനാണ്. സ്കിപ്പ് കൊടുക്കുക. കഴിഞ്ഞു. N8 പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു വിത്തൗട്ട് എനി ഇമെയിൽ ID. നമ്മളൊരു ടെമ്പററി മെയിലാണ് ക്രിയേറ്റ് ചെയ്തത്. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു N8 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പാരാമീറ്റേഴ്സും നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ വേണം. ഞാൻ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. N8 വർക്ക് ഫ്ലോയ്ക്കകത്തുള്ള കുറേ നോഡ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് 2 മെയിൻ ടൈപ്സ് ഓഫ് നോഡ് ഉണ്ട്. ട്രിഗർ നോഡ് അല്ലെങ്കിൽ ആക്ഷൻ നോഡ്. ദെൻ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രിഗർ നോഡ്സ് വരുന്നുണ്ട്. മാനുവൽ ട്രിഗർ, ഷെഡ്യൂൾ ട്രിഗർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫോം ട്രിഗർ, ചാറ്റ് ട്രിഗർ, അതൊക്കെ പോട്ടെ. പിന്നെ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ എക്സിക്യൂഷൻ എന്താണ്, പാരാമീറ്റേഴ്സ് എന്താണ്, എക്സ്പ്രഷൻ എന്താണ്, ഐറ്റം എന്താണ്, അങ്ങനെ കുറേ എക്സ്പ്ലനേഷൻ നമുക്കിവിടെ വേണ്ടി വരുന്നുണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വലുതാക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നമുക്ക് ഇപ്പോൾ N8 അകത്ത് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ ഇവിടുന്നേ പഠിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയത്ത് കിളി പറക്കില്ല. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു പുതിയ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ട് ഓട്ടോമേറ്റിംഗ് കൊടുത്ത്
കൊടുത്ത് ജസ്റ്റ് സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ഓട്ടോമേറ്റിംഗ് കൊടുത്തതിന് ശേഷം ഞാനൊരു പുതിയൊരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഡാഷ്ബോർഡ് കാണുന്ന സമയത്ത് നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഇതെന്താണ്, ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ നോട്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഇവിടെ റൺ ലൈവ് ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ബിൽഡ് എ വർക്ക് ഫ്ലോ ഉണ്ട്. ഞാനിവിടെ ബിൽഡ് എ വർക്ക് ഫ്ലോ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡാഷ്ബോർഡ് ആയിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനൊരു ഡാഷ്ബോർഡ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എന്തോ ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസിനെ പറ്റിയിട്ടൊക്കെ അറിയണം. എന്താണിത്, ഓൺ ഫോം സബ്മിഷൻ എന്താണ്, ഓൺ ചാറ്റ് മെസ്സേജ് എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലേ നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഓട്ടോമേഷനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോസസ്സിലേക്ക് വരാം. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.